വെൽക്കം ടു ദ ബയോളജി ബ്രീഫ് ചാനൽ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റാൻഡേർഡ് 10 സ്റ്റേറ്റ് സിലബസ് അനുസരിച്ചുള്ള ചാപ്റ്ററുകളാണ് പഠിച്ചു തുടങ്ങാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, 10th സ്റ്റാൻഡേർഡിൽ ഈ വർഷം ബയോളജിക്ക് പുതിയ സിലബസാണ്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്നാണ് ആദ്യത്തെ ചാപ്റ്റർ. പല കുട്ടികളും അഭിപ്രായപ്പെടുന്നു ജെനറ്റിക്സ് വളരെ പ്രയാസമാണ്, പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നൊക്കെ അഭിപ്രായം വരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 10th ക്ലാസ് ഇന്ന് തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഒന്നാമത്തെ ക്ലാസ്സിൽ ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു വന്നാൽ മാത്രമേ അത് എളുപ്പമായിട്ട് മാറുകയുള്ളൂ. അതുകൊണ്ട് നമ്മളിപ്പം ടെക്സ്റ്റിലെ 19ാമത്തെ പേജ് തൊട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. 19th പേജ്. നിങ്ങൾ ആദ്യത്തെ ടോപ്പിക്കുകളെല്ലാം കളയുക. 19 തൊട്ട് നമുക്ക് തുടങ്ങി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് നമുക്ക് മുന്നോട്ട് വരാം. അപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് എന്താണ് ഹെറിഡിറ്റി, എന്താണ് വേരിയേഷൻ, വാട്ട് ഈസ് ജെനറ്റിക്സ്. ഇനി ഗ്രിഗർ മെൻഡൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് നമ്മൾ പരിചയപ്പെടും. അവസാനം ഹിസ്റ്ററി ഓഫ് ജെനറ്റിക്സും കൂടെ പഠിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നത്. നമുക്ക് മുന്നോട്ട് പോകാം. ടെക്സ്റ്റിലെ ചിത്രങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കും കൂടെ തുറന്നു വെച്ചാൽ സൗകര്യമായിരിക്കും. അതിൻ്റെ എക്സസൈസും ഫോട്ടോസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ടെക്സ്റ്റിലെ തുടക്കത്തിലെ 3 ഫോട്ടോസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പേജ് 19 ഹെഡിങ് തന്നെ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ഇൻ ക്യാരക്ടേഴ്സ് എന്നാണ്. അതിൻ്റെ ഭാഗമായിട്ട് 3 ചിത്രം കൊടുത്തിരിക്കുന്നു. നോക്കൂ, ഈ ഓരോ ചിത്രത്തിലും ലയൺ പാരൻ്റ് ഉണ്ട്, അതിൻ്റെ ഓഫ്സ്പ്രിങ് കാണാം. ഒരു കൗവും അതിൻ്റെ ഓഫ്സ്പ്രിങ് കാണാം. പിന്നെ ക്യാറ്റും അതിൻ്റെ ഓഫ്സ്പ്രിങ് കാണാം. ഇവിടെ നോക്കൂ, ഏത് അനിമലായാലും ആ പാരൻറ്റുമായിട്ട് ക്യാരക്ടറിസ്റ്റിക്കിൽ സിമിലാരിറ്റി കാണിക്കുന്ന ഓഫ്സ്പ്രിങ് ആണ് കാണുന്നത്. സിംഹത്തിനെ പോലെ തന്നെ ബേസിക് ക്യാരക്ടേഴ്സാണ് സിംഹക്കുട്ടികൾക്കും അതുപോലെ തന്നെ പട്ടിയുടെയും പൂച്ചയുടെയും കാര്യത്തിൽ. അപ്പോൾ ഹെറിഡിറ്റി, അപ്പോഴാണ് നമ്മൾ ഹെറിഡിറ്റി എന്നുള്ള വാക്കിലേക്ക് വരുന്നത്. ഹെറിഡിറ്റി ഈസ് ദ ട്രാൻസ്മിഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഫ്രം പാരൻസ് ടു ദെയർ ഓഫ്സ്പ്രിങ്. അപ്പോൾ പാരന്റിൽ നിന്നും ബേസിക് ക്യാരക്ടേഴ്സ് ഓഫ്സ്പ്രിങ്ങിലേക്ക് കൊണ്ടുവരുന്ന മെക്കാനിസം എന്താണോ അതിനെ വിളിക്കുന്ന പേരാണ് ഹെറിഡിറ്റി. ഹെറിഡിറ്റി ഈസ് ദ മെക്കാനിസം വിച്ച് ബ്രിങ്സ് ട്രാൻസ്മിഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഫ്രം പാരൻസ് ടു ദെയർ ഓഫ്സ്പ്രിങ്. അപ്പോൾ ഏതൊരു പാരന്റ് ആയാലും അതിൻ്റെ ഓഫ്സ്പ്രിങ് അതിൻ്റെ ബേസിക് ക്യാരക്ടേഴ്സ് അതുപോലെ പകർത്തുന്നതായിരിക്കും. എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഉണ്ടാകുന്നത്? ദാറ്റ് ഈസ് ഹെറിഡിറ്റി. ഇനി അടുത്തത് നോക്കൂ, ഈ ഒരു ചിത്രത്തിൽ ഡോഗിൻ്റെ 3 നായ്ക്കുട്ടികൾ ഒരേപോലെ ഡോഗിനെ പോലെ മദറിനെ പോലെ ഇരിക്കുക. 3 പട്ടിക്കുട്ടികൾ മദറിനെ പോലെ ഇരിക്കുന്നു, ഒരെണ്ണം വ്യത്യാസപ്പെട്ട് കാണുന്നു. ഇവിടെ അതുപോലെ തന്നെ പാരന്റ് ക്യാറ്റ് ഇതാണ്. പാരന്റ് ക്യാറ്റിനെ പോലെ അല്ല ഈ എൻ്റെ ഡോട്ടേഴ്സ് ഇരിക്കുന്നത്, എൻ്റെ മക്കൾ ഇരിക്കുന്നത്. അപ്പം ഈ പാരന്റിൽ നിന്നും ചില വ്യത്യാസങ്ങൾ ഈ ഓഫ്സ്പ്രിങ് കാണിക്കുന്നു. നമുക്ക് ഈ പടത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. സോ വേരിയേഷൻസ്, അത് നമ്മൾ വേരിയേഷൻസ് പറയും. വേരിയേഷൻസ് ആർ ക്യാരക്ടേഴ്സ് എക്സ്പ്രസ്ഡ് ഇൻ ഓഫ്സ്പ്രിങ് ദാറ്റ് ഡിഫർ ഫ്രം ദെയർ പാരൻസ്. അതാണ് വേരിയേഷൻ. അപ്പോൾ ഇതിനോടൊപ്പം നമ്മൾ ക്ലാസ്സിനോടൊപ്പം നിങ്ങൾ കൃത്യമായിട്ട് ഇതൊക്കെ ബൈഹാർട്ട് ചെയ്ത് പോവുക, പഠിച്ചു പോവുക. ആദ്യം പറഞ്ഞ ഹെറിഡിറ്റി എന്താണെന്ന്. ഹെറിഡിറ്റി ഈസ് ദ ട്രാൻസ്മിഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഫ്രം പാരൻസ് ടു ദെയർ ഓഫ്സ്പ്രിങ്. ദെൻ വേരിയേഷൻ. വേരിയേഷൻസ് ആർ ക്യാരക്ടേഴ്സ് എക്സ്പ്രസ്ഡ് ഇൻ ഓഫ്സ്പ്രിങ് but not present in their parents. ഇനി ഇതിന് കാരണമാകുന്നത്, അപ്പൊ ഇങ്ങനെ ഹെറിഡിറ്റിക്കും വേരിയേഷനും കാരണമാക്കുന്ന ഘടകം എന്താണെന്ന് നമ്മൾ അന്വേഷിച്ച് പോകുമ്പോഴത്തേക്ക് നമുക്കൊരു ആൻസർ കിട്ടും. ജീൻസ് എന്ന് പറഞ്ഞ ഉത്തരത്തിലേക്ക് നമ്മൾ പോകും. ജീൻസ് ഇൻഹെറിറ്റഡ് ഫ്രം പാരൻസ്. പാരന്റിൽ നിന്നും ഓഫ്സ്പ്രിങ്ങിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്ന ജീനുകളാണ് ഹെറിഡിറ്റിക്കും വേരിയേഷൻസിനും കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. The reason for heredity and variations are ജീൻസ്. അപ്പോൾ ജീനിനെ പറ്റി നമ്മൾ ഇനി കൂടുതൽ മുന്നോട്ട് പഠിച്ചുകൊണ്ടിരിക്കും. ജെനറ്റിക്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ജീൻസ്, ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ. അപ്പോൾ ജെനറ്റിക്സ് എന്താണെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമ്മൾ കടക്കുന്നു. വാട്ട് ഈസ് ജെനറ്റിക്സ്? ജെനറ്റിക്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ജീൻസ്, ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻസ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ജീൻ എന്ന് പറയുന്ന അത് ആദ്യം ജീനിന് കൊടുത്തിരുന്ന പേര് ഫാക്ടർ എന്നാണ്. ഗ്രിഗർ മെൻഡൽ എന്ന സയന്റിസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞ പേര് കൊടുത്തു. പിന്നീട് അത് ജീൻ എന്നായി മാറി. പിന്നെ ജീനിന്റെ സ്ട്രക്ചറിനെ അന്വേഷിച്ചുള്ള ഗവേഷണങ്ങളായി ഇന്ന് നമുക്ക് ജീനിന്റെ ഒരുപാട് കാര്യങ്ങൾ അറിയാം. അപ്പോൾ ജെനറ്റിക്സിന്റെ ചരിത്രം എന്ന് പറയുന്നത് ജീനിന്റെ
ചരിത്രമാണ്. Therefore, history of genetics is the historical path of the discovery of genes. History of genetics is the historical path of the discovery of genes. ജീൻസ് എന്താണ് എന്ന് ഡിസ്കവർ ചെയ്ത ആ ഹിസ്റ്റോറിക്കൽ പാത്ത് തന്നെയാണ് ജെനറ്റിക്സിൻ്റെയും ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ് ഹെറിഡിറ്റി, എന്താണ് വേരിയേഷൻ, ദെൻ വാട്ട് ആർ ജീൻസ്, ജെനറ്റിക്സ് എന്താണ്, ഹിസ്റ്ററി ഓഫ് ജെനറ്റിക്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ആദ്യം നമുക്ക് ഗ്രിഗർ ജോഹാൻ മെൻഡൽ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഗ്രിഗർ മെൻഡൽ ഷോർട്ട് പറയും, ഗ്രിഗർ ജോഹാൻ മെൻഡൽ എന്ന സയൻറ്റിസ്റ്റിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലയളവ് 1822 to 1884 ആണ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലയളവ്. ഈ കാലയളവും നമ്മൾ ഓർമ്മിക്കുക. ഇനി ആരാണ് ഗ്രിഗർ ജോഹാൻ മെൻഡൽ? അദ്ദേഹത്തിനെ പറ്റി ചെറിയൊരു വിവരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റിൽ പറയുന്നു, ഗ്രിഗർ ജോഹാൻ മെൻഡൽ വാസ് ബോൺ ഓൺ 20th July 1822 at Heinzais, a small village of northern Moravia, which is now known as Czech Republic. After joining the Augustinian monastery at Brno, he became a priest in 1847. അടുത്താണ് ശ്രദ്ധിക്കേണ്ടത്. Between 1851 and 1853, he attended the University of Vienna, where he studied physics, mathematics, and natural science, and learned statistical method to analyze data scientifically. അപ്പോൾ അദ്ദേഹം 1851 മുതൽ 1853 അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് വിയന്നയിൽ അറ്റൻഡ് ചെയ്തിരുന്നു എന്ന് പറയുന്നു. ആ കാലയളവ് ഓർമ്മിക്കുക. ഇനി നമ്മൾ ഇപ്പോൾ ഇത് പറയുമ്പോൾ നമുക്ക് ഗ്രിഗർ ജോഹാൻ മെൻഡലിനെ പറ്റി, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ പറ്റിയൊരു ഐഡിയ കിട്ടി. ഇനി അത് വെച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ മുന്നോട്ട് പോവുക. ഗ്രിഗർ ജോഹാൻ മെൻഡൽ മെയ്ഡ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് ഓൺ പീ പ്ലാന്റ്സ്. അപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം ചെയ്തത് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ്. ഹൈബ്രിഡൈസേഷൻ നമുക്കറിയാം, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തിയിട്ട് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കുന്നതാണ് ഹൈബ്രിഡൈസേഷൻ. അപ്പം പീ പ്ലാന്റ് ചിത്രം ഇവിടെ കൊടുത്തിരിക്കുന്നു. പയർ ചെടി, തോട്ടപ്പയർ എന്ന് പറയുന്ന സാധനം, പയർ ചെടി. ആ പീ പ്ലാന്റ് ബൊട്ടാണിക്കൽ നെയിം ഓർമ്മിച്ച് വയ്ക്കുക, പൈസം സറ്റൈവം. അപ്പോൾ ഈ പ്ലാന്റിൽ അദ്ദേഹം ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റുകൾ നടത്തി. എന്നിട്ട് ആ എക്സ്പെരിമെന്റിൽ നിന്നുള്ള കൺക്ലൂഷൻസ് ആണ് പിന്നീട് ബേസിക് ലോസ് ഓഫ് ജെനറ്റിക്സ് ആയി മാറുന്നത്. Gregor Mendel made some conclusions from his hybridization experiments on pea plant and they became basic laws of genetics. അങ്ങനെ basic laws of genetics വന്നപ്പോൾ അതെന്തായി മാറി? ഫൗണ്ടേഷൻ ഫോർ ദ സയൻസ് ഓഫ് ജെനറ്റിക്സ്. ജെനറ്റിക്സ് എന്ന് പറയുന്ന ശാസ്ത്രശാഖയ്ക്ക് ഫൗണ്ടേഷൻ സ്റ്റോൺ ഉണ്ടാകുന്നത് ഗ്രിഗർ മെൻഡലിന്റെ ഈ ബേസിക് ലോസ് ഓഫ് ജെനറ്റിക്സ് കണ്ടുപിടുത്തത്തിൽ കൂടെയാണ്. അപ്പോൾ നമ്മൾ ആ സമയം മുതൽ നമ്മൾ ഗ്രിഗർ മെൻഡലിനെ ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് പറയും. Gregor Mendel is regarded as father of genetics. Why? It is he who derived the basic laws of genetics or who laid foundation stone for the science of genetics. That is why Gregor Mendel is regarded as father of genetics. ഇനി നമ്മൾ ഏർലി ഹിസ്റ്ററി ഓഫ് ജെനറ്റിക്സിന്റെ ഹിസ്റ്ററി കുറച്ച് വിശദമായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ 1856 ചെല്ലുന്നു. അപ്പോൾ 1856 ഗ്രിഗർ മെൻഡൽ അദ്ദേഹത്തിന്റെ പഠനമെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റിലേക്ക് പ്രവേശിക്കുന്നു. ഓൺ പീ പ്ലാന്റ് ഇൻ ദ ഗാർഡൻ ഓഫ് മൊണാസ്ട്രി. അദ്ദേഹം മോങ്ക് ആയിരുന്ന മൊണാസ്ട്രിയിലെ ഗാർഡനിൽ 1856 അദ്ദേഹം ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് തുടങ്ങുന്നു. അതുകൊണ്ട് നിങ്ങൾ ടെക്സ്റ്റിനകത്ത് പറയുന്നത് ജെനറ്റിക്സ് ഫ്രം ഗാർഡൻ എന്ന് പറഞ്ഞു. ഗാർഡനിൽ നിന്നാണ് ജെനറ്റിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച് ഉണ്ടായത്. അതിന് കാരണം ഇതാണ്. 1856 മെൻഡൽ അദ്ദേഹത്തിന് മൊണാസ്ട്രി ഗാർഡനിൽ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റുകൾ തുടങ്ങുന്നു. ഹി ഫൗണ്ട് 7 സ്പെസിഫിക് ക്യാരക്ടേഴ്സ് ഇൻ പീ പ്ലാന്റ്. അദ്ദേഹം പീ പ്ലാന്റിൽ 7 സ്പെസിഫിക് ക്യാരക്ടേഴ്സ് കണ്ടെത്തി. അല്ല, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് ഒരു ക്യാരക്ടറാണ് ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ്. വേറൊന്ന് ഫ്ലവർ കളർ. അങ്ങനെ അദ്ദേഹം 7 ക്യാരക്ടേഴ്സ് കണ്ടെത്തി. ആ ക്യാരക്ടേഴ്സിലേക്ക് നമുക്ക് പിന്നീട് വരാം. എന്നിട്ട് ഹി എക്സ്പ്ലെയിൻഡ് ദാറ്റ് എ പെയർ ഓഫ് ഫാക്ടേഴ്സ് കൺട്രോൾ ഈച്ച് ക്യാരക്ടർ. ഈ ഓരോ ക്യാരക്ടറിനെയും ഈ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് കൺട്രോൾ ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. 2 ഫാക്ടേഴ്സ്. ദ ഫാക്ടേഴ്സ് ആർ റെപ്രസെന്റഡ് യൂസിങ് സിംബൽസ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് ചില പ്ലാന്റുകൾ
ടോൾ ആകാം, ചില പ്ലാന്റുകൾ ഡ്വാർഫ് ആകാം. അപ്പൊ ടോൾ ആണെങ്കിൽ അദ്ദേഹം ക്യാപിറ്റൽ ടി, ഡ്വാർഫ് ആണെങ്കിൽ സ്മോൾ ടി. അങ്ങനത്തെ സിമ്പിൾസ് ഉപയോഗിച്ചാണ് അദ്ദേഹം ഈ പ്ലാന്റുകളുടെ ക്യാരക്ടറിനെ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. ദ ഫാക്ടേഴ്സ്, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഫാക്ടേഴ്സ്, ടോളിനെ കൺട്രോൾ ചെയ്ത ക്യാപിറ്റൽ ടി, ഡ്വാർഫിനെ കൺട്രോൾ ചെയ്ത സ്മോൾ ടി, ഈ ഫാക്ടേഴ്സ് നമ്മളിപ്പം ജീൻ എന്ന് പറയും. ജീൻ. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. ഒന്ന്, ഗ്രിഗർ മെന്റൽ എപ്പോഴാണ് അദ്ദേഹത്തിന് എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇനി 7 സ്പെസിഫിക് ക്യാരക്ടേഴ്സ് അദ്ദേഹം പീ പ്ലാന്റ് കണ്ടെത്തുന്നു. ഇനി ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ഈ എക്സ്പെരിമെന്റ് ഒരു ക്യാരക്ടറിനെ 2 ഫാക്ടേഴ്സ് കൺട്രോൾ ചെയ്യും. ആ ഫാക്ടേഴ്സ് നമ്മൾ സിമ്പിൾസ് വെച്ച് കാണിക്കുന്നു. ഇനി ഈ ഫാക്ടേഴ്സിനെ ഇന്ന് നമ്മൾ വിളിക്കുന്ന പേരാണ് ജീൻ. മെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ് പിന്നീടാണ് ജീൻ എന്നുള്ള പേര് വരുന്നത്. ഇനി ഹിസ്റ്ററിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് 1865 ആയപ്പോഴത്തേക്ക് ഗ്രിഗർ മെന്റൽ പ്രസന്റഡ് ഹിസ് ഫൈൻഡിങ്സ് ഇൻ ദ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി അറ്റ് ബ്രൂണോ. അപ്പൊ 1865 ആ വർഷത്തിലാണ് അദ്ദേഹം ഫൈൻഡിങ്സ് പ്രസന്റ് ചെയ്യുന്നത്. ഇനി തൊട്ടടുത്ത വർഷം, ദാറ്റ് ഈസ് 1866 അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സ് പബ്ലിഷ് ചെയ്യുന്നു ഒരു തീസിസ് ആയിട്ട്. നോക്കൂ, കോൾഡ് എക്സ്പെരിമെന്റ്സ് ഓൺ പ്ലാന്റ് ഹൈബ്രിഡൈസേഷൻ. അത് പേര് ഓർമ്മിക്കുക. ഗ്രിഗർ മെന്റലിന്റെ തീസിസിന്റെ പേര് എക്സ്പെരിമെന്റ്സ് ഓൺ പ്ലാന്റ് ഹൈബ്രിഡൈസേഷൻ എന്നാണ്. അത് അദ്ദേഹം 1866. അപ്പൊ നമ്മൾ പറയും ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് 1866 നമ്മൾ പറയും. എന്നാൽ ദ സയന്റിഫിക് കമ്മ്യൂണിറ്റി ഓഫ് ദാറ്റ് ടൈം ലാർജ്ലി ഇഗ്നോർഡ് മെന്റൽസ് ഫൈൻഡിങ്സ്. അന്നത്തെ ശാസ്ത്രജ്ഞരുടെ സമൂഹം ഇദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സിനെ ഇഗ്നോർ ചെയ്തു, ശ്രദ്ധ കൊടുത്തില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മൾ 1884 ആയപ്പോഴത്തേക്ക് ഗ്രിഗർ മെന്റൽ അദ്ദേഹത്തിന് കണ്ടുപിടുത്തങ്ങൾക്ക് ഒരു അംഗീകാരവും കിട്ടാതെ അദ്ദേഹം മരണമടയുന്നു 1884. ഇനി കുറെ വർഷങ്ങൾ കഴിയുന്നു. വർഷം കഴിഞ്ഞപ്പോൾ കാണാം, ഏകദേശം 16 വർഷങ്ങളോളം കഴിയുമ്പോഴത്തേക്ക് 1900 ആകുമ്പോഴത്തേക്ക് 3 സയന്റിസ്റ്റുമാർ, ആ സയന്റിസ്റ്റുമാരുടെ ഫോട്ടോ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഹ്യൂഗോ ഡെവ്രീസ്, കാൾ കോറൻസ് ആൻഡ് എറിക് വോൺ ഷെർമാക്. 3 സയന്റിസ്റ്റുമാർ. ഈ 3 സയന്റിസ്റ്റുമാരും വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട്, ഹ്യൂഗോ ഡെവ്രീസ് ഹോളണ്ടുകാരനാണ്, കാൾ കോറൻസ് ആണെങ്കിൽ ജർമ്മൻകാരനാണ്, ഇനി എറിക് വോൺ ഷെർമാക് ആണെങ്കിൽ ഓസ്ട്രിയക്കാരനാണ്. ഇവർ 3 പേരും 3 വ്യത്യസ്ത രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് 3 വ്യത്യസ്ത എക്സ്പെരിമെന്റൽ ടൂളുകളിൽ എക്സ്പെരിമെന്റുകൾ നടത്തുകയും 16 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രിഗർ മെന്റൽ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് യഥാർത്ഥ സത്യം എന്നുള്ളത് വീണ്ടും അവർ കണ്ടുപിടിച്ചു. നമ്മൾ അതിനെ പറയും റീഡിസ്കവറി ഓഫ് മെന്റലിസം എന്ന് പറയും. അപ്പം റീഡിസ്കവറി ഓഫ് മെന്റലിസം എന്താണ്, ഏത് വർഷത്താണ് റീഡിസ്കവറി നടക്കുന്നത്, ആരാണ് മെന്റലിസത്തിന്റെ റീഡിസ്കവറേഴ്സ്, ഇത് നിങ്ങൾ ഓർമ്മിച്ചു വയ്ക്കുക. ഇനി ഇവരുടെ കണ്ടുപിടുത്തം, ഈ 3 പേരും മെന്റൽ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞതോടുകൂടി മെന്റൽസ് ഫൈൻഡിങ്സ് വെർ അക്സെപ്റ്റഡ് ആൻഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ സയൻസ് ആൻഡ് ജെനറ്റിക്സ്. ജെനറ്റിക്സിന്റെ ഫൗണ്ടേഷൻ ആണ് ഗ്രിഗർ മെന്റൽ പറഞ്ഞ കാര്യങ്ങളെന്ന് എല്ലാവരും സമ്മതിച്ചു. അപ്പോൾ അതിനുശേഷം ഈ കണ്ടുപിടുത്തം 1900 ശേഷം നമ്മളിപ്പോൾ സംസാരിക്കുന്ന 2025 വരെയും ധാരാളം സയന്റിസ്റ്റുമാരുടെ ഇഷ്ടംപോലെ ഗവേഷണങ്ങൾ നടന്നു. ആ ഗവേഷണങ്ങളുടെ ഫലമായിട്ട് ഇന്ന് ജെനറ്റിക്സ് എന്ന് പറഞ്ഞ ബ്രാഞ്ച് വളരെ വളരെ വലിയൊരു ബ്രാഞ്ചായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 4 സയന്റിസ്റ്റിന്റെ കാര്യങ്ങൾ ഓർമ്മിക്കുക, കുറച്ച് വർഷങ്ങൾ ഓർമ്മിക്കുക, കുറച്ച് ഫാക്ടുകൾ ഓർമ്മിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ തുടക്കം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. താങ്ക് യു വെരി മച്ച്.